മനസ്സിലായില്ല. ഈ വണ്ണ് നിൽക്കൊക്കെ അപ്പൊ ഒരു ഈ വിസിലടിക്കും. ഒരു മിനിറ്റ് ഇതൊന്നും പറഞ്ഞോടാ, അറിയത്തില്ല അളിയാ. ഞാൻ ഒന്നും പിന്നെ 6 വെച്ച് കഴിഞ്ഞാൽ ഓരോ പൊസിഷൻസ് നമുക്ക് എങ്ങനെയൊക്കെ ഇരിക്കാം. ഓരോ പൊസിഷൻസ് ഉണ്ട് 6 ഹോൾഡ് ചെയ്തോണ്ടിരുന്നത്. ഓക്കെ. പിന്നെ എഫ് ഹോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ കളർ ചെയ്യാൻ പറ്റും നമുക്ക്. എടാ കളർ പിക്ക് ചെയ്യുന്നത് സ്പേസ് നിൽക്കിയിട്ട് നിനക്ക് ഏത് കളറാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗസ് ഓവർ ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ഒബ്ജക്റ്റിന്റെ അവിടെ കൊണ്ട് വെച്ചാൽ മതി. ആ പച്ചയാണ് വേണ്ടെങ്കിൽ മനസ്സിലായോ, സ്പേസ് നിൽക്കിയിട്ട് അവിടെ നിന്ന് എടുത്താൽ മതി. പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൗസ് ആണെങ്കിൽ കഴിഞ്ഞാൽ മറ്റേ പെയിന്റ് ബ്രഷിന്റെ സൈസ് കൂടുകയും കുറയും ചെയ്യും. റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൗസ് അനക്കി കഴിഞ്ഞാൽ മൗസ് ബാക്കിലോട്ട് വരുത്തി ഫ്രണ്ടിലോട്ട് വലിക്കും. ബാക്കിലോട്ട് തുടങ്ങട്ടെ. എന്നെ കാണാൻ പോലും പറ്റില്ല കേട്ടോ. ഞാനൊരു എല്ലാരും തുടങ്ങട്ടെ. ജോക്കി തുടങ്ങല്ലേ. ഞാൻ മൂത്രം വെച്ചിട്ട് വരാം. ഒരു സെക്കൻഡ്. ഇതിന് തിരിച്ച് എണ്ണിക്ക് എന്തൊക്കെയാ ചെയ്യണ്ടേ? അപ്പൊ പിന്നെ മറ്റേ ഈ മേളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ സ്പേസ് ഹോൾഡ് ചെയ്തോണ്ടിരിക്കുക. മാപ്പ് ഡൗൺലോഡ് ആക്കാൻ പറ. ഇപ്പൊ മാപ്പ് ഡൗൺലോഡ് ഞാൻ ഉള്ളിടുതായിരുന്നു. തണുക്കുന്നു. ചേട്ടാ എന്നോ കേട്ടാ ബോബേ നീ നോക്കട്ടെ. ആ ചേട്ടന്റെ ബാക്കിലുണ്ട്. പുറവശം കണ്ടോ ബോബ ഇങ്ങോട്ടെ ഒന്ന് കുരിഞ്ഞേ. ഓ ഞാൻ കുനിഞ്ഞിക്കാടാ. കിടക്കണ മന്ദാരത് എവിടെ? ഇതിലൊക്കെ വരയ്ക്കാം, മറ്റേലും വരയ്ക്കാനാണ് പാട്. ചേട്ടാ ഇതൊക്കെ പിടിക്കൂല ചേട്ടാ. പിന്നെ എന്തൊരു വിഷയം ഹീറ്റായിട്ടുണ്ട്. ഇതിനകത്ത് എടാ ഞാൻ പറയാം, ആരും മെറ്റടിക്കലടാ. ദയവ് ചെയ്ത് ആരും മെറ്റടിക്കല്ലേ. എടാ ഇതിനകത്തെ ഇതാരെന്ന് എങ്ങനെ അറിയാൻ പറ്റും? മണ്ടാരും ഡ്രീമറും ആണ് മന്ദാരായിരിക്കും ഒരാളായിരിക്കും. മന്ദാരായിരിക്കും. എനിക്ക് തോക്കുവന്ന്. ഞാൻ ഒറ്റക്കാ. അണ്ണ വാസോണ്ണ ഇപ്പൊ ഒരു ചുമരി പോകുന്നുണ്ട്. ഈ സ്പേസ് ഹോൾഡ് ചെയ്യേ. എന്താ സ്പേസ് ഹോൾഡ് ചെയ്യുന്നോ? മേളിലോട്ട് ചുമരിന്റെ മേളിലോട്ട് പോകണമെങ്കിൽ സ്പേസ് ഹോൾഡ് ചെയ്യാം. ഓക്കെ. അല്ല നമ്മളിപ്പോ ഒളിക്കണ്ടേ? ഒളിക്കണം. ഇതൊക്കെയായിരുന്നു എപ്പോ മറ്റേ അളിയ ഞാൻ എന്റെ ഒളിക്ക ഭയങ്കര സീക്രട്ടാ, വെളി പറയാൻ പറ്റില്ല. അല്ല നമ്മള് തമ്മിൽ കാണോ? എവിടെ പോണ? ഇല്ല തമ്മിൽ കാണാൻ പറ്റില്ലല്ലേ? എവിടെ ടൈമില്ല. എവിടെ സെക്കൻഡ് ഉള്ളു. വെറൈറ്റി ഒരു കാര്യം ചെയ്യാം. ഒരു മിനിറ്റ്, ഞാനെന്താ ചെയ്യേണ്ടത്? ഞാനാ ഹണ്ടർ. എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലടാ. ഇതിലൊക്കെ ഞാനും അണ്ണൊക്കെ പോയാ. ഇതിലൊക്കെ നമ്മള് എന്നെ ഇതിലിട്ട് ഇപ്രാവശ്യം എന്നെ പിടിക്കണമെങ്കിലേ ഒളിച്ചിരിക്കാൻ പറ്റില്ലേ? ഞാൻ പബ്ലിക്കായിട്ട് പരസ്യമായിട്ടാണ് ഇരിക്കണേ. എനിക്ക് മനസ്സിലായി. ഇതാദ്യം നീ ഇങ്ങനെ കണ്ടുപിടിക്കും. പുളിക്കും എന്നെ കണ്ടുപിടിക്കണേ കേട്ടാ. വാ നീ കണ്ടുപിടിക്കാൻ. അണ്ണാ വൺസ് ഒളിച്ചു കഴിഞ്ഞാൽ കളർ വെക്കിയത് എങ്ങനെയായിരുന്നടാ? അത് സ്പേസ് അടിച്ചാൽ ആ കളറിൽ കൊണ്ടുവച്ച് സ്പേസ് അടിച്ചാൽ മതി. ഇതിൽ ഒരു കാര്യം പറയാം. നിങ്ങളുടെ ബോഡി ബ്ലിങ്ക് ആവുന്നുണ്ടെങ്കിൽ അത് കാണും ബാക്കിയുള്ള ഈ പിടിക്കുന്ന ആൾക്കാർക്ക്. ഒരു സാധനം കാണിക്കും. നീ കാണുന്ന നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അത് ഈ വരുന്നവർക്ക് കാണും പെട്ടെന്ന്. വൺസ് അണ്ണൻ ഒളിച്ചു കഴിഞ്ഞാലേ 5 അടിച്ചിട്ട് 4 അടിച്ചാൽ മതി. അപ്പൊ ഇതായിട്ട് നടക്കാം. ചന്ദ്ര സത്യമായിട്ടും പിടിക്കാനാണ് ഇത്. ഇതൊക്കെ പിടിക്കാനായി ഓവർ കോൺഫിഡൻസ് പിടിക്കാനായി. ബ്ലിങ്ക് ആവുന്നുണ്ടെങ്കിൽ അത് ഈ വരുന്നവർക്കും കാണാൻ പറ്റും. ഈ കണ്ടുപിടിക്കാൻ വരുന്നവർക്ക്
പിന്നെന്തായിരുന്നു? ഹലോ കേക്കാവോ? പിന്നെ ഫ്രീ ക്യാമറ ആണെങ്കിൽ 5 നിൽക്കുന്ന 4. ഓക്കെ കുറച്ച് ടൈം കൂടി തരൂടാ. 40 സെക്കൻഡ് ഉണ്ട്. അല്ല ഇത് കഴിഞ്ഞാല് ടൈം കഴിഞ്ഞാല് നിങ്ങൾക്ക് മാറാനൊക്കെ പറ്റും. ബട്ട് കാണും അവര്. അയ്യോ തല- എനിക്ക് അറിഞ്ഞോടെ, ഞാൻ ആദ്യമായിട്ടാണ് 100. എനിക്ക് ഈ ഗെയിം ആദ്യമായിട്ടാണ്. ഇങ്ങനെ പറയല്ലടാ. എനിക്ക് പോയി. ഞാൻ ഇത് കൊത്തേ 5 നിക്ക് 4 വെക്കണ ഫ്രീ ക്യാമറ ആണ്. ബാക്കിയുള്ള 5 നോക്കിട്ട് 5 നെക്കിട്ട് 4. 5 നിക്കിട്ട് ഒളിച്ചു കഴിഞ്ഞാലേ 5 ഞെക്കിട്ട് 4 ഞെക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ സ്പെക്ക് ചെയ്യാൻ ആർപിലെ പോലെ. ഇതിപ്പോ തിരിച്ചുവെനെങ്കിലോ 5 5 ലെഫ്റ്റ് ക്ലിക്ക് നോക്കിയാൽ മതി. ആടാ അതുണ്ടോ? മന്ദാരം വന്ന് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിടിച്ചല്ലേടാ. സൂപ്പർ 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 സൂപ്പർ. അല്ലയാ എങ്ങനെയാണ് കടുവക്ക് കുടുക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ പിടിക്കാത്ത? താട്ട് ഇറങ്ങുന്ന കൺട്രോള്. കുതിരയുടെ സാധനം ഇരുന്ന് പിടിക്കപ്പെട്ടു. ഇത് പിടിക്കൂടാ. അണ്ണാ എന്നെ നോക്കി അവിടെ കിടക്കണമായിരുന്നടാ. നിന്നെ എങ്ങനെ കാണിക്കുന്നു? നിന്റെ പ്ലേസ് എവിടെ ഉണ്ടെന്ന് കാണിക്കുന്നില്ല. എനിക്ക് ലെഫ്റ്റ് ക്ലിക്ക് ഇല്ല അത് കാണത്തില്ല. പിടിക്കുന്ന ആള് ഇതാവോ? ഏതോ ബട്ടൺ വെക്കാന്നിട്ട് കാണിക്കത്തില്ല ടീമേറ്റിനെ. ഇല്ല കാണത്തില്ല. അത് വിസിലടിച്ചെല്ലാരും ഒന്നേക്കി അങ്ങനെ അടിക്കണോ കളിയില്? ഓട്ടോമാറ്റിക് ആയിട്ട് ആവും. അല്ലല്ല അങ്ങനെ ചെയ്യണോ? ഓട്ടോമാറ്റിക് ആവണം. ഓട്ടോമാറ്റിക് 40 സെക്കൻഡ്. എങ്ങനെയാടാ? ലെഫ്റ്റ് ക്ലിക്ക്. ഞാൻ ആരെന്ന് അറിയാൻ പാടില്ലേ? ആരെയൊക്കെ വെടിച്ച് തീർക്കട്ടാ. വെടി വെച്ച് നോക്കിയതാ. ആഹാ വലിയ വിസിലാണല്ലോ സൈഡിൽ കേൾക്കുന്നേ. എടാ നമുക്ക് പെയിന്റ് ഒക്കെ അടിക്കാൻ ഇനിയും പെയിന്റ് അടിക്കാൻ പറ്റുമോ? പറ്റും എഫ് ഒക്കെ വരുന്നില്ല പെയിന്റ് അടിക്കാനുള്ളത്. അതെങ്ങനെ മാറ്റുന്ന? ആ ക്യാമറ മോഡ് എങ്ങനെ മാറ്റുന്നേ? 4-5 കിട്ടിയടോ? കിട്ടിയടാ. ഓ കറക്റ്റ്. വിസിലടിച്ചേ. നമ്മൾ പെയിന്റ് അടിച്ച സൗണ്ട് കേൾക്കൂടാ? ഇല്ല കാണാനൊരു വിശ്വാസം. ഇല്ല പെയിന്റ് അടിച്ച സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. അവിടെ ഒന്നുമില്ല. അവിടെ ഞാൻ നോക്കി. ഈ ചന്ദ്ര അടുത്തടാ പോവേടാ. മേളിലൊക്കെ ഓക്കെയാ. മേളില് ഒരു ഇവിടെ ആരും ബ്ലിങ്ക് ആവുന്നു. മന്ദാര ബ്ലിങ്ക് ആവുന്നു അപ്പുറത്ത്. ഇതല്ലേ മന്ദാരല്ല. ആരും ബ്ലിങ്ക് ആയി മാറി. എവിടെ? ഇവിടെ ബ്ലിങ്ക് ആവുന്നുണ്ട് ഏതൊരാള്. എടാ ഇനിയിപ്പോ നമ്മള് കണ്ടുപിടിക്കണം. എന്നെ വെടി വെച്ചല്ലോ വന്ന്. ഇപ്പൊ എനിക്ക് തോക്കിട്ടി. എടാ മന്ദാര നിന്റെ അടുത്ത് ആരോടാ ബ്ലിങ്ക് ആയി ഇപ്പോ? അതിനർത്ഥം നീ മരിച്ചെന്നുണ്ട് പുറകെ. ഓഹോ പിടിക്കപ്പെട്ടു. അടുത്ത് ആരും ബ്ലിങ്ക് ആയിരുന്നപ്പോ ആരെയൊക്കെ വെടിച്ച് ഇടണേട്ടാ അവിടെ. എവിടെയോ കേറി ഒളിച്ചിരിക്കാണ് ഏതോ. എന്റെ അടുത്ത് ആരോ വിസിലടിച്ചിട്ട് വാ. ഒന്ന് വിസിലടിച്ചേ. അങ്ങനെ മേശപ്പുറത്ത് തണ്ണിമത്തനായിട്ടിരിക്കണ. ഇല്ല എന്നെ എങ്ങനെ ചെന്ന് കേറി വരുമ്പോ കുതിര കുടുക്കായിട്ട് എങ്ങനെ മിണ്ടാണ്ടിരുന്നല്ല മറ്റേ ഹോൺ അടിക്കാൻ ഈ വിസിൽ കേൾക്കത്തുള്ള. കണ്ടുപിടിച്ചടാ. ഒളിച്ചിരിപ്പുണ്ട് ഇപ്പോഴും. നിങ്ങൾ മിണ്ടാണ്ടിരുന്നല്ല. ആരാ വിളിച്ചിരിക്കുന്നത് ഇപ്പൊ? ഇപ്പൊ അണ്ണു കണ്ണുപൊട്ടന്മാരൊന്നും കുതിരക്കുടുക്കുണ്ടോ നോക്ക്. റീൽസിൽ കാണാറുണ്ട്. ഞാൻ അങ്ങനെ ഇരുന്ന പിടിച്ചപ്പോ ഇവനായിരുന്നു എല്ലാത്തിലും കുടിക്കേറ്റി. നല്ല കറുത്ത കുതിര കുടിക്കാണ്ടിരുന്ന. ടൈമില്ല 31 സെക്കൻഡ്. ഒന്ന് വിസിലടിച്ചേ. കിച്ചണിൽ നിന്ന് രൂപ ഓടണ്. അല്ലല്ല ഞാൻ
എവിടെ ആ, ചതുരം പിടിച്ച്. അലുമിനിയം പാത്രം പോലെ ഓർഡർ എന്റെ ചന്ദ്രി വരുവോ പോവാ ഇൻവിസിബിൾ ബ്ലിങ്ക് ആവുന്ന എവിടെയാ? ഇവിടെ ബ്ലിങ്ക് ആവാറുണ്ടോ? ബ്ലിങ്ക് ആവോടാ എനിമി? ഓ ബ്ലിങ്കോ ഇനി ആരാ എന്റെ ഉണ്ടാ ആ എല്ലാരും എന്നെ നോക്കണം. ഇത് എവിടെയാ? ഇല്ല, അണ്ണാ എന്റെ അടുത്ത് എവിടെ? ബ്ലിങ്ക് ആവും നോക്ക് ടേബിൾ. എന്റെ പൊന്നേ. അണ്ണു ഇരിക്കും നോക്കിയാടാ. ഇതൊക്കെ അണ്ണു എങ്ങനെ ഇവിടെ ഇനി- പിടിക്കാനാണ്? ഇതൊക്കെ എങ്ങനെ പിടിക്കാനോ? എന്ത് ജോക്കി എത്തി? എന്റെ അടുത്തിരിക്കും നോക്കിയാടാ ഇങ്ങോട്ടോ. എനിക്ക് ഫസ്റ്റ് ചിക്കൻ ആയിട്ടിരിക്കണം. എന്റെ അമ്മോ അണ്ണ ടാർപ്പ വരച്ചു വെച്ചേക്കുന്ന അണ്ണു താഴെ ടാർപ്പ. അണ്ണോ, അതൊക്കെ അതിന്റെ അഹങ്കാരമല്ലേ? ഞാൻ നോക്കിയപ്പോ ഒരു അലുമിനിയം പാത്രം അടുക്കള ഇറങ്ങി ഓർഡർ ചന്ദ്രേ. അണ്ണു മാപ്പ് ഇടായിരുന്നു. ഐസായിട്ട് പാത്രമൊക്കെ വെച്ചിരിക്കുകയായിരുന്നു ചേട്ടാ. അലുമിനിയം പാത്രം ഇറങ്ങി ഓടണം. അത് കൊള്ളാറുന്നല്ലോ പക്ഷെ. എന്താ എടാ വാസു, ആ പറഞ്ഞോക്കി. ഞാനൊരു ടാർപ്പയായി മാറിയടാ അവിടെ. ഞാൻ നോക്കുമ്പോ ഒരു ബലൂണ് കുട്ടി പറഞ്ഞ പോലെ ഒരാള്. ഏതാ മാപ്പ് ഇട്ടേ? അയ്യോ, നീയാണ് അപ്പൊ നീ തോറി. കൽക്കണ്ട മലയെ പൊട്ടിച്ചു നുണയാൻ വന്നല്ല കതിക്കറമ്പൻ. ഞാൻ തగ్గനാടാ ഇത്. എവിടെ കിട്ടുമെന്ന് എവിടെ പോകും? ഇത് സ്പേസ് സ്പാം ചെയ്തോണ്ടിരിക്കണോടാ. ഓൾഡ് ഇല്ല ആവുന്നില്ല. ഹോൾഡ് ചന്ദ്രന് പറ്റിയ പണിയല്ലേ അലുമിനിയം ആവുന്നില്ല. ഫേസ് ഹോൾഡ് ആവുന്നില്ലല്ലോ. അത് അറിഞ്ഞൂടാ. അതെങ്ങനെ സ്പേസ് ഇത് വേറെ രീതി കിടക്കാൻ പറ്റുമോ? സ്പേസ് ഹോൾഡ് ആവുന്നില്ല. പറ്റും ആറ് നിൽക്കാന്ന് വേറെ ഷേപ്പ് കിടക്കാൻ പറ്റും. വേറെ കിടക്കുന്ന ഷേപ്പ് ഒന്നും വരുന്നില്ല. 43 ആറിലുണ്ടെണ്ണ. കണ്ടുപിടിക്കണം. പെർഫെക്റ്റ് ആയിട്ട് വരച്ച സെറ്റാണ്. പിന്നെ പെർഫെക്റ്റ് ആയിട്ട് വരച്ച സെറ്റാണ് അത്. സെറ്റാണ്. ഞാൻ ഇതല്ലേ പെർഫെക്റ്റ് ആയിട്ട് നേരത്തെ കുതിരയെ കൊടുക്കാണ്ടിരുന്നതാണ്. അത് എറിച്ചു വയ്ക്കുന്ന കൊടുക്ക. കളർ എടാ ഇത് എവിടെ ഒരു സ്ഥലമില്ലല്ലോടെ ഇത് വിളിക്കാനായിട്ട്. ഞാൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ ഇത് തെളിയിക്കും കേട്ടാ. അത്രേ ഉള്ളു. എല്ലാരും കഴിവ് തെളിയിക്കണം. ഇതെന്താ ഇങ്ങനെ പോയത്? ഇതെന്താ ഇങ്ങനെ പോയത്? ഹലോ, എടാ എനിക്ക് സ്ഥലം എന്ത്? എങ്ങനെയാണ് എങ്ങനെ കിടന്നാണേ? ആ ഇത് എണ്ണിക്കത്ത് എന്ത്? കൺട്രോൾ ആറേക്ക് താഴോട്ട്. കാല് മാത്രം ലിപ്സ്റ്റിക് ഇട്ടത് പോലെയായി. ഉച്ചക്ക് CCTV ആയിട്ടൊക്കെ ഇരുന്ന്. ആ ഇപ്പൊ നോക്കിയാണ്. ഇപ്പൊ ഞാൻ റെഡി ആക്കി തരാം. ഞാൻ ഇതിന്റെ ഫ്ലോയിലോട്ടൊന്ന് വരുന്നതേ ഉള്ളു കേട്ടാ. ഇച്ചിരി പാടാണ്. എടുത്തൊന്ന് പഠിച്ചെടുക്കാം. നമ്മളെ പോലെ ടൈം എടുക്കണ്ട. ഇനിയാണ് പെയിന്റിങ്. നോക്കിക്കോ അണ്ണ 100 ആണ് എന്റെ പ്രാർത്ഥന. അണ്ണ 100 വരുന്നതാണ് ജേസം. അണ്ണ എന്നിലെ കലാകാരനെ ഞാൻ ഇന്ന് കാണിച്ചു തരാവേ. ടിക് ടിക് ആയേ ഞാൻ ഇപ്പൊ വരും. എങ്ങനെയാണ് സമയം ഉണ്ടാവും നമുക്ക് വരയ്ക്കാൻ. അയ്യോ സമയില്ലരി. എടാ ഇതെന്താടാ കളറാവത്ത്? ഞാൻ പെട്ട് ഇല്ല വരുന്നവരെ വെടി വെച്ചിട്ടില്ലേ. എടാ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എനിക്ക് കണ്ടുകൂടാ. എനിക്ക് കണ്ടുകൊണ്ടിടാത്തോണ്ട് നിങ്ങൾ ജയിക്കാം. 12 സെക്കൻഡ്. എടാ നീ ഇങ്ങനെ പാനിക് ആക്കില്ലേ? 8 സെക്കൻഡ്. കേക്കല്ലേടാ. നീ വന്നെങ്കി വാ. നമ്മളെ പിടിക്കാൻ പറ്റും. നീ പിടി. നല്ല മുമ്പേ വരാ. വിസിലൊക്കെ അടിച്ചല്ലോടാ. ഇത് ഒരിടത്തൊന്നും അടിയണം. ഇത് എന്തിരുത് ഒരു മര്യാദ ഇല്ലാത്ത രീതിയിൽ വിസില്. ചിരി പറഞ്ഞാ
ആരാണ് അപ്പൊ പുതച്ചത്? ആരെ പൊതിച്ചടാ? ഇരിക്കും പെട്ടെന്ന്. അച്ഛൻ ആർട്ടിസ്റ്റ് ഞാനേ. ആങ്കർ ഒരു ഷെഡി പോലെ കിടക്കുന്ന ആരാണ്? എടാ അതാണ് ഞാൻ എല്ലാ ആളല്ലത് എടി വെച്ചതില്. എനിക്ക് കണ്ണ് കണ്ടുകൂടാത്തോണ്ട് നിങ്ങൾ ജയിച്ചടാ. ചുമ്മാ ഇല്ലടാ. ആ. കളിയാ. എടാ ഇത് ക്യാമറ മാറ്റുന്നത് എങ്ങനെയാണോ? ആണാ 5 അടിച്ചിട്ട് 4 ആക്കിയത്. ഇത് ലെഫ്റ്റ് ക്ലിക്ക് അടിക്കാം. സോറി സോറി. സൂപ്പർ. വാ, വാ. ഇനി നിങ്ങളുടെ കഥ കഴിഞ്ഞു. ഇതില് എനിക്ക് എല്ലാം അതറിയാം. ആ ഈ സൈഡിൽ വലിയ വിസിലൊക്കെ കേൾക്കുന്നത്. ഇതില് ആരൊക്കെ എവിടെ ഇരുന്നത്? ഒന്ന് എനിക്ക് ഈ മാപ്പൊക്കെ അറിയാം. നമ്മളൊക്കെ ഇത് 6 മണിക്കൊക്കെ ഞാനും അണ്ണ ഇത് കളി നിർത്തി ഈ ഗെയിം. ചടച്ചാക്കൊക്കെ ആയിട്ടാണ് എവിടെ 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 വരുന്നുണ്ടാ? അടീത വെടി. ഈകള് വിഷയമായിട്ട് എവിടോ നിപ്പുണ്ട് കേട്ടാ. ഈ നീരാളിയായിട്ടിരിക്കുന്ന ആരാണ്? നീരാളിയായിട്ട് വില്ല് പോയിരുന്നത് പിടിച്ചത് ആദ്യമേ പിടിച്ചു. അല്ലല്ല ഞാനല്ല നോക്കട്ടെ. ഒരു ഹോയ് വിട്ടെ. ആവശ്യത്തിൽ കൂടുതൽ പോയി വരുന്നുണ്ട്. എന്നെ ഇപ്പൊ എടുക്കുമല്ലോ തമ്പുരാന്. ആ അപ്പുറത്ത് ബാക്കിലടാ ഇവിടെ ബാക്കിലടാ ഇവിടെ എവിടെയോ. ഇത് മാപ്പ് അറിയാൻ പറ്റില്ല. ഒരു ഹോയ് കൂടി വിടും. ഒരു ഹോയ് പ്ലീസ്. എന്തിനു പോട്ടാ? ഞാൻ എപ്പോഴും ഇരിക്കാനുള്ള. ഓ അതാരാണ്? ഇതാരാണ്? പിടിച്ചേട്ടാ ഓടിച്ചിരിക്കാ. ഇനി ആരൊക്കെ പിടിക്കാനുള്ളേ? ഇനി ശരത്താണ്. നല്ല അഭിനയായിരുന്നേട്ടാ. നല്ല അഭിനയായിരുന്നു. മന്ദാരത്തിനെ പിടിച്ച് നല്ല അഭിനയം. നല്ല അഭിനയം. ഡോട്ട് ട്രൈ അഗൈൻ. ഓക്കെ സെറ്റ് പോട്ടെ. മന്ദാരം പെയിന്റ് ഒക്കെ അടിച്ചങ്ങ് അറിയാനേ പറ്റില്ല. ഞാൻ മഴവില്ലാട്ടിരുന്നു. അവിടെ ചന്ദ്രനെ കൊന്നുളഞ്ഞു. ചർത്തയുടെ പൂച്ചയായിട്ടിരിക്കുന്നത് ചാക്കോടി മാത്രം പേരില്ലല്ലോ. എന്താ എല്ലാരും വിസിലടിച്ചേ ഉള്ളൊരു വിസിലടിച്ചേ. വിസിലടി വിസിലല്ലേ? ചേട്ടൻ പറ്റിപ്പാണ്. എവിടെ വലിയ രീതി വിളിച്ചിരിക്കുക കേട്ടോ ആള്. വിസിലടി അണ്ണ കുറച്ച് അവസാന ടൈമിൽ വിസിലടിക്കാനാ. നേരെ വാ. ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ എവിടെ ഇരിപ്പുണ്ട്? എവിടെ? ഞാൻ നോക്കിയെടുത്ത് തന്നെ. മുകളിലോട്ട് നോക്കടാ. എവിടെ? കണ്ടില്ല. വാസുണ്ടെ പിടിച്ചില്ലായിരുന്നോ? എടാ എന്നെ പിടിച്ച ഞാൻ മണ്ടത്തരം കാണിച്ചു. ഇവന്റെ മൂട്ടിലിട്ട് ഞാൻ മറ്റേ ഇതാക്കിയതാ. അണ്ണ ഏതെങ്കിലും കേട്ടോ. ഇവരേലും മാപ്സ് ഇല്ലല്ലോ. ജോക്കി ഉണക്കാനിട്ടിരിക്കണം. അണ്ണന്റെ മേളിലാ വന്ന് കുറച്ചേരം ഇറങ്ങാണ്ടിരുന്നത്. അല്ല നിങ്ങളുടെ അണ്ണ ഇതിന്റെ നടുക്കില് കയറി. അണ്ണ ഇതിന്റെ നടുക്കില് കയറിക്ക്. അന്നേരം 100 ആവും. അവസാനം 100 ആവും. അങ്ങനെ ആവാൻ പറ്റുമോ? പറ്റും. ഇത് വേറെ ആരാ 100 ആവുന്നു? ആരാ? അണ്ണനാണോ? മൂന്നോ? എടാ വിസിലടിക്കണം. ഇടയ്ക്കൊക്കെ വിസിലടിക്കണം. നിങ്ങൾ അടുത്തേക്ക് പഠിക്കണമെന്ന് പറയത്തില്ല.
എന്നാ മൂട്ടിലാ നിൽക്കുന്നത്, ഞാൻ എങ്ങനെ അടിക്കും? ഇതില് 40 സെക്കൻഡ് ഓട്ടോമാറ്റിക് ഇതാണ് ഈസില്. എന്തൊക്കെ നടക്കാൻ പോണം തമ്പുരാൻ അറിയാൻ കേട്ടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോടാ? പിന്നെ അല്ലാതെ കാരണം ഇതൊന്നുമല്ല, ഇനിയും കുറെ ആപ്സ് ഉണ്ട്. ബട്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണത്, ഡൗൺലോഡ് ചെയ്യണം. എടാ വാസു, നിന്നോടൊരു കാര്യം പറയാം. MRC മാസൊക്കെ കളിച്ച് അങ്ങനെ ഗ്രൂപ്പായിട്ടും ട്രൂ ഫ്രണ്ട് ആയിരുന്നു. നീ എഴുതി വെച്ചോ, അലക്സ് നിങ്ങളെ ഊമ്പിച്ചു പോകും നല്ല ഓഫർ വരുമ്പോ. ബ്രോ, നല്ല ഓഫർ വരുമ്പോ പോകുന്നത് എങ്ങനെ ഊമ്പിര് ബ്രോ? ബെറ്റർ ദാൻ ഓപ്പർച്യൂണിറ്റി ടി വിയിൽ കിട്ടുന്ന സമയത്ത് പൊക്കോട്ടെ, അതെങ്ങനെ ഊമ്പിരാവും? പോണ സമയത്ത് അങ്ങ് പൊക്കോട്ടെ. ജീവിതകാലം മൊത്തം ഞാൻ മറ്റേ മണ്ണടിയുന്നത് വരെ ഇവന്മാർ എനിക്ക് വേണ്ടി അണ്ണാന്ന് വിളിച്ച് നിൽക്കുമെന്നുള്ള വിശ്വാസത്തിലൊന്നും അല്ല ടി വി നടത്തുന്നത്. ഉള്ളിടത്തോളം കാലം പോട്ടെ. എന്നെ ഈ പ്രാവശ്യം പിടിക്കണമെങ്കിലേ എന്നെ ഈ വട്ടം പെട്ടെന്ന് എല്ലാത്തിനും ഞാൻ തൂക്കുവേ, പൊസക്കി തൂക്കുവേ ഞാൻ. അണ്ണനെ കൊണ്ടൊന്ന് കൂട്ടിയാ കൂടുതലാണ് ഇത്. നമ്മൾ അങ്ങനെയാണ് ഡ്രോയിങ്, മനസ്സിലായ? ഓക്കെ, അങ്ങനെയാണല്ലേ കാര്യങ്ങള്. എന്റെ എസ്പെഷ്യലി കിട്ടില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം കൊണ്ട് പിടിയിട്ടില്ല. ടി വി ഒക്കെ ബെറ്റർ ഓപ്പർച്യൂണിറ്റിയോ? അതെന്താ ഉദ്ദേശിച്ചേ? തൽക്കാലം ഇല്ല, തൽക്കാലം ഇല്ല. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തൽക്കാലം ഇല്ല. അത് വരുമ്പോ പറയാം. റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ ബോബേ? കളർ അടിയണ്ണ, എനിക്ക് കളർ അടിക്കാൻ പറ്റുമോ ഇവിടെ നിൽക്കുമ്പോഴും? അതെന്തിനാ ഇവിടെ ചുമ്മാ അടിച്ചിട്ട് കാര്യം? സാരി പറഞ്ഞ എനിക്ക് മൂട് വളരെ താല്പര്യമില്ല. ഇവിടെ ഗൈസ്, ബ്രസീലിന്റെ മാച്ച് കാണാൻ പറ്റിയില്ല ഗൈസ്. ഹൈലൈറ്റ്സ് കാണണം. ഇന്ന് ലൈവ് കണ്ടിരുന്ന ഹൈലൈറ്റ്സ് കാണണം. ഞാൻ ബ്രസീലിന്റെ മാച്ച് കണ്ടില്ല, സത്യം പറയല്ല, ഞാൻ കണ്ടില്ല. ഉറങ്ങിപ്പോയി. എന്നെ പിടിക്കും ഈ വട്ടം. എല്ലാരും പിടിക്കും, എല്ലാരും മൊത്തം വരെ. എന്താ റിയൽ 100 വരാൻ പോണ 100. ഒരാളെങ്കിലും കിട്ടണേ. 24 സെക്കൻഡ് കൂടെ നിനക്കൊക്കെ വരയ്ക്കാം. പിന്നെ എന്നെ കാണും ആദ്യമേ, ഉറപ്പാ. എന്നെ ആദ്യമേ പൊക്കും. മാസം ഇതോട്ടെ കേസൊക്കെ കഴിയാ. ആദ്യം 4 അടിക്കാം. 5 വിക്കറ്റ് 4. അണ്ണൻ എവിടെയാ? ഞാൻ വന്നേ. അണ്ണൻ എല്ലാ സൈഡും നോക്കി കിടക്കണേ. വ്യൂ ആണ് 4 ആണോ? 5-4. അതാരാ പിടിച്ചേ? നല്ല വര കണ്ണാപ്പി, നല്ല രസമുണ്ട്. ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു. നീ ഒരു ഐസ്ക്രീം തന്നെ കറക്റ്റ് അല്ലാതെ പിന്നെ അല്ലാതെ ഇൻഫെക്ഷൻ ഒഴിവാക്കണം കേട്ടോടാ. അത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റും. ഇത്ര വലിയ ഹോയൊക്കെ ഇവിടുന്ന് ആരാ? വെള്ള കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണാപ്പിനൊക്കെ ആൾക്കാര് മോചിപ്പിക്കാട്ടാ. അയ്യോ, ആര് അവൻ നമ്മളെ ഇതിന് മേളിലോട്ട് പോകാൻ പറ്റൂടാ? സ്പേസ് ഹോൾഡ് ചെയ്തിട്ട് പോണില്ല. ഇച്ചിരി അങ്ങനെയല്ല, എന്തെങ്കിലും ഒബ്ജക്റ്റിന്റെ അടുത്ത് സ്പേസ് ഹോൾഡ് ചെയ്യും. 4 അടിച്ച് ഇല്ല, എനിക്ക് മേളിലോട്ട് പോകണില്ല. ഇട്ട് പോകാനല്ല. ഓക്കെ അണ്ണ ഏറില്ല. ഇതാവുന്നില്ല 4 അടിച്ചത്. മേളിൽ കാണാൻ മേഘത്തിൽ ഓടിച്ചിരിക്കാൻ പറ്റൂടാ? ഇല്ല അത്ര വരെ പോവാൻ പറ്റില്ല. 5 അടിച്ചിട്ട് 4.
ആ വാസന ഇങ്ങോട്ട് നീ നോക്കി പെർഫെക്ഷൻ എവിടെ നോട്ടാ? ഇങ്ങോട്ടാ ആളെ പെതുക്കെ കൊല്ലേ ഇങ്ങോട്ട് നോക്കണേ ഇങ്ങോട്ട് നമുക്ക് കണ്ടുകൂടാ. പെതുക്കെ കൊല്ലേടാ ഇത് നമുക്ക് കാണാൻ പറ്റത് നമുക്ക് കാണാൻ പറ്റില്ലല്ലേ? തീർത്തേരാളെ പെർഫെക്റ്റ്. എടാ ഇത് എടാ റമ മെറ്റേടാ. അല്ല സത്യമായിട്ടോ അണ്ണാ ഞാൻ മേളിൽ നോക്കുമ്പോ എനിക്ക് കാണാം. എടാ ഇതൊക്കെ എന്താണ് മുട്ടായി അണ്ണാ ജെംസാ. 115 സെക്കൻഡ്സ് ഉള്ള. എടാ നമ്മൾ അങ്ങനെയൊക്കെ ഒളിക്കുന്നതാണല്ലോ ഒരു ക്രിയേറ്റിവിറ്റി. ഇത് എന്റെ പോയിന്റ് പൊട്ടിയിരടാ, എന്റെ പോയിന്റ് പൊട്ടിയിര് നീ. നാട് മൊത്തം കാണാൻ കിടക്കുന്നത്. മറ്റാണ് 100%. അല്ലല്ലോ വെച്ചിട്ട് സത്യം മേളിൽ നോക്കിയാൽ കാണാം. ടോപ്പ് വ്യൂ നിൽക്കാതെ എല്ലാം കാണാം. ഇതിൽ നമ്മളെ കണ്ടുപിടിക്കാൻ കുറച്ച് പണി. പണിയൊന്നും ഇല്ലടാ. എടാ ഒളിച്ചാണോ നിക്കുന്നത് നീയൊക്കെ? തൊടരുത്. ഞാൻ ഓപ്പണില്ല പറഞ്ഞ പോലെ ഇവിടെ മതിയായിരുന്നു. ഇവിടെ നമ്മളെ കുറച്ച് പാടാണ്. എടാ ഇനി ആരൊക്കെ ഉണ്ടാ? ഞാനുണ്ട് ഒരു ഹോയ് വിടൂ പ്ലീസ്. ഒരു ഹോയ് വിടണ അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രം എടുത്ത് ഞാനുണ്ട്. വിസിലടി. ഇതിവിടെ ഇതിന് മണ്ടിൽ ഇവിടെ ഉണ്ട്. ചോക്ലേറ്റ് ആവാക്കെ ആരോ ഉണ്ടായാരോ? ചോക്ലേറ്റ് മിണ്ടായിരിക്കണേ. ആ അണ്ണ ഇങ്ങോട്ടോ ഒരു ചോക്ലേറ്റ് ലാവൊക്കെ ഇങ്ങനെ കളിച്ചു. അണ്ണ എന്റെ അടുത്തോട്ട് ഇറങ്ങി ഓടുന്നത് തുണിയും പൊക്കി കേക്ക് ഓടുന്നത്. എവിടെ പോരാ? ബോബിനെ പിടിക്കണം. ബോബ് വിസിലടിച്ചടാ. സമയം പെട്ടെന്ന് വിസിലടിക്കടാ ബോബേ. ബോബേ വിസിലടി. ബോബേ ഈ സൈഡിലൂടെയാണേ. ഇതിന്റെ ഇടയിൽ എന്താണ്? എന്നാൽ മുടിയാതെ തപ്പി പരമശിവ. മൂലക്കെന്നല്ല നിങ്ങളെല്ലാവരും കൺമുമ്പിലുണ്ട് ഞാൻ. ഇനി ഒരുത്തൻ മന്ദാരം ഈകളെ നിനക്ക് ലെഫ്റ്റ് സൈഡിലെ പോയിന്റ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം. അത് നമ്മൾ അടുത്ത് ഒരാൾ ചെല്ലുമ്പം നിന്റെ അടുത്ത് ഇപ്പൊ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിന്റെ ഹാർട്ട് അങ്ങനെയാണ് സംഭവം.